നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ അത് ദൃക്സാക്ഷി ഇപ്പം എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഇവിടുത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമ്പാടിയുണ്ട്. അമ്പാടി ഇവിടെ അധ്യാപികമായിട്ട് നടന്നു വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അത് അമ്പാടി തന്നെ അത് പറയുമ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത്. അമ്പാടി എന്താ കണ്ടത്? ഞാനും ടീച്ചറും കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് കൂടുതലും കണ്ടത്. ഞാൻ ടീച്ചർ ഇവിടെ എത്തിയപ്പോൾ ഈ കൊച്ച് ഇതിൻ്റെ മണ്ടയെ തൂങ്ങിക്കിടക്കുന്ന സാറന്മാരെല്ലാം അന്താരാഷ്ട്ര ഈ വയറേ കമ്പി ഭാഗത്ത് തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞാനും കണ്ടത്. അപ്പം ടീച്ചർമാരെല്ലാം അങ്ങ് പെട്ടെന്ന് ഷോക്കായി, അവർ കരയാനും തുടങ്ങി. അപ്പം ഈ ബെഞ്ചിനകത്തൂടെ പൊളിച്ച് സാറന്മാരെല്ലാം കൂടി വന്ന് ആ കൊച്ചിനെ ഈ ഷീറ്റ് വെച്ച് അടിച്ചടിച്ച് പുറത്തോട്ടിട്ട് അങ്ങനെ എല്ലാവരും പൊക്കിയെടുത്തുകൊണ്ടാണ് പോയത്. മാത്രമല്ല വായിലൂടെ നൊരയും പതയും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത് മരിച്ചെന്നുള്ള കാര്യം. അതല്ല, ഈ മോനൻ ഇതിലെ നടന്നു വന്നപ്പം കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ഒന്നൊന്നായിട്ട് പറ. അതായത് കണ്ടത് കൊച്ചിനെ ഇവിടെ കമന്ന് കിടക്കുമായിരുന്നു ആ വയറിന്റെ പുറത്തായിട്ട്. അപ്പോൾ അതിന്റെ വായിലൂടെ ഇലക്ട്രിക് കമ്പിയിൽ പിടിച്ച നിലയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. അതായത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെ ടീച്ചർമാരും എല്ലാവരും കൂടി വന്നു ആ കൊച്ചിനെ അതിനകത്തുനിന്ന് കൊണ്ടുപോയി. ചെരുപ്പ് ആണെങ്കിൽ ഞാൻ കൂടെ കണ്ടില്ല. കാരണം ഈ കൊച്ച് ഇവിടെ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ മണ്ടേ ചെരുപ്പ് പോയി. അത് കളിച്ചപ്പം ചെരുപ്പ് അതിൻ്റെ മുറത്ത് പോയി. അങ്ങനെ ചെരുപ്പ് എടുക്കാനായിട്ടാണ് ഈ കുട്ടി കയറിയത്. കയറിയപ്പോഴാണ് ചെരുപ്പ് എടുത്തിട്ട് തിരിച്ചിറങ്ങാൻ നേരത്താണ് ഈ കുട്ടി തട്ടിയത്. കാലോ കയ്യോ അങ്ങാണ്ടാണ് തട്ടിയത്. തട്ടിയപ്പോൾ ഷോക്ക് അടിച്ച് ആ കൊട്ടിയാലും വല്ലാതായി. അങ്ങനെ വായിക്കകത്തൂടെ നൊരയും പതയൊക്കെ വന്ന്. എത്ര സമയമായി? ഏത് സമയത്താണ് സമയം? അത് 9:30 അങ്ങാണ്ട് ആയപ്പോഴാണ് സംഭവം നടന്നത്. ഇവിടെ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അമ്പാടിയല്ലേ? താങ്ക് യു ഷമ്മി. ഇതാണ് ഇതിൻ്റെ ദൃക്സാക്ഷി വിതരണം. അതായത് ഇപ്പോൾ അമ്പാടി ഒരു സെക്കൻഡ്, ഈ മരിച്ച മിഥുൻ ഇവിടെ നിന്ന് ബോൾ കളിക്കുമായിരുന്നു. ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞും കളിച്ചു അല്ലേ? അങ്ങനെയാണോ? ചെരുപ്പ് കളിക്കുമ്പോൾ ചെരുപ്പ് തെറിച്ച് അവിടെ പോയി കാണും. ഷെഡിലേക്ക് പോയി. ഇതിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ കയറി വന്നിട്ട് ഇങ്ങോട്ട് ഈ ഷെഡിന്റെ മുകളിലൂടെ ഇറങ്ങിയപ്പോഴാണ് ഈ കമ്പി തട്ടി അപകടം സംഭവിച്ചത്. അങ്ങനല്ലേ? ഇപ്പോൾ ഷമ്മി കേട്ടല്ലോ എൻ്റെ ദൃക്സാക്ഷി വിവരണം. നമുക്കിതിനപ്പുറത്ത് ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെരുപ്പെടുത്ത് എറിയുകയൊക്കെ മറ്റോ ആയിരിക്കാം ആ സമയത്ത്. ചെരുപ്പ് ഈ ഷെഡിൻ്റെ മുകളിലേക്ക് പോകുന്നു. ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വന്ന മിഥുൻ ആ കാണുന്ന ഒരു ചെറിയ കിളിവാതിൽ പോലെയുള്ള അതുണ്ടല്ലോ, അതിലൂടെ പുറത്തേക്ക് ഉഴുന്നിറങ്ങുമായിരുന്നു. ഇപ്പം നിലവിൽ ഇത് ഫുൾ ഓപ്പണാണ്, പക്ഷെ നേരത്തെ ഓപ്പൺ ആയിരുന്നില്ല. ഇപ്പുറത്ത് കാണുന്നത് പോലെ തന്നെ ഇവിടെയും അതിൻ്റെ നിരപ്പലകകളുണ്ടായിരുന്നു. ആ പലകയുടെ മുകളിലൂടെ ഉഴുന്ന് ആ ജനാല പോലെ കാണുന്ന ഭാഗത്തുകൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഈ ഭാഗത്ത് വന്നപ്പോഴാണ് ചെരുപ്പെടുത്തു. ആ ചെരുപ്പെടുത്തപ്പോഴാണ് ഈ കമ്പിയിൽ തട്ടി വൈദ്യുതാഘാതമേൽക്കുന്നത്. ഇതാണ് ഇവിടെ ശരിക്കും നടന്ന സംഭവം.